ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം. ആ കാര്യത്തിൽ എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാർ എടുക്കാൻ പോകുന്നതെന്നുള്ള വളരെ ഗൌരവതരമായ ചോദ്യം എന്റെ മനസ്സിൽ മാത്രമല്ല, കോടിക്കണക്കിനായിട്ടുള്ള ഭക്തജനങ്ങളുടെ മനസ്സിനകത്തേക്കും കേരള സമൂഹത്തിന്റെ മനസ്സിനകത്തേക്കും ആ ചോദ്യമുണ്ട്. അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിക്കുന്ന ആളുകളെ കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ ആ സർക്കാരിനെ നമുക്ക് നേരായ സർക്കാരായിട്ട് കാണാൻ കഴിയില്ല. അതൊരു നികൃഷ്ട സ്വഭാവമുള്ള സർക്കാരായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഭക്തജനങ്ങൾ സംഭാവന നൽകി ഒരു ക്ഷേത്രത്തിന് നൽകുന്ന സ്വത്തുകൾ പോലും കട്ടെടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതിനെ നിയന്ത്രിക്കാതെ അതിനെ കൂട്ടുനിൽക്കുന്ന സ്വഭാവമാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ സ്വഭാവം നികൃഷ്ടമായ സ്വഭാവം തന്നെയാണെന്ന് പറയേണ്ടി വരും സർക്കാരിന്. ഇവിടെ അയ്യപ്പന്റെ സ്വത്ത് വിറ്റോ? ഈ ഒരു ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ചോദ്യം. സ്വർണ്ണപ്പാളി നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയി. 2000 മുതൽ 2019 വരെ നാണയമുറിയിലുണ്ടായിരുന്നു. ഈ പറയുന്ന സാഹചര്യങ്ങളിലുണ്ടായിരുന്നു. 19 കൊല്ലം വേണ്ടാത്ത കാര്യം 19 തീരുമാനിച്ചു. ദേവസ്വം മാനുവൽ അനുസരിച്ച് സാധാരണഗതിയിൽ പുറത്തു കൊണ്ടുപോകാതെ നടത്തേണ്ട ഇത്തരം കർമ്മങ്ങൾ പുറത്തു കൊണ്ടുപോകാൻ ഒരു കഥാപാത്രത്തെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്ന് ആരും അന്വേഷിച്ചില്ല. അദ്ദേഹത്തിന്റെ സോഴ്സ് ആരാണെന്ന് ആരും അന്വേഷിച്ചില്ല. ദേവസ്വം വിശ്വാസികളും ഏറ്റവും അമൂല്യമായി കരുതുന്ന ഒരു സ്വത്തും സമ്പത്തും ആ ക്ഷേത്രം വിട്ട് നന്നാക്കാൻ വേണ്ടി കൊണ്ടുകൊടുക്കുമ്പോൾ ഈ കൊണ്ടുകൊടുക്കുന്ന ആരാണ്? ഇന്നിപ്പോ അയാൾക്കെതിരായിട്ട് എല്ലാ പഴിയും ചാരുന്നുണ്ട്. അയാളുടെ ക്രെഡിബിലിറ്റി ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും ഞാൻ കണ്ടു. പക്ഷെ ഇത് കൊടുക്കുമ്പോൾ അന്വേഷിക്കേണ്ടത് ആരായിരുന്നു? ഇത് കൊടുത്തതാരായിരുന്നു? അദ്ദേഹം എവിടെയൊക്കെ ഇത് കൊണ്ടുപോയി? ഇപ്പൊ പുതിയ വാർത്തകൾ വരുന്നത് അദ്ദേഹം പലയിടത്തും കൊണ്ടുപോയി ഇത് പൂജ നടത്തിയിരുന്നതാണ്, ഇതിൽ അവിടെ നിന്ന് പൈസ പിരിച്ചിരുന്നതാണ്. ഇത് ഇത്ര ലാഘവത്തോടെയാണോ ശബരിമല കൈകാര്യം ചെയ്യേണ്ടത്? നമ്മൾ കാണേണ്ട വിഷം വിശ്വാസികളെ വളരെ സെൻസിറ്റീവായി നിൽക്കുന്നവരാണ് നമ്മളെല്ലാം. വിശ്വാസത്തെ തൊട്ടുകളിക്കാൻ ആരും അനുവദിക്കില്ല. സ്വാഭാവികമായ കാര്യമാണ്. അതാണ് യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടിട്ട് ആ യുവതീ പ്രവേശ സമയത്ത് ഉണ്ടായ പ്രശ്നങ്ങളും അതിന്റെ ഭാഗമാണ്. അന്ന് ജനങ്ങൾ പ്രതികരിച്ചതിന്റെ ഭാഗമായിട്ടാണ്. ആ വിവാദമുണ്ടാക്കി ജനങ്ങൾ മുന്നിലേക്ക് പുതിയ മുഖവുമായിട്ട് അയ്യപ്പ സംഗമം നടത്തിയ സർക്കാർ ഇപ്പോ ഇത്രയും ഭീകരമായിട്ടുള്ള ദേവസ്വം സ്വത്തിന്റെ കൊള്ള നടന്നിട്ട് അതിനെതിരെ ഒന്നും ഉണ്ടായിരിക്കുന്ന എന്തുകൊണ്ടാണ്? ഇത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വേറെ രൂപത്തിലുള്ള സ്വർണ്ണക്കടത്ത് തന്നെയല്ലേ? സ്വർണ്ണക്കടത്തിന്റെ മറ്റൊരു വേർഷൻ. അങ്ങനെയല്ലേ കാണാൻ കഴിയുള്ളൂ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, യുവതീ പ്രവേശത്തിന്റെ സംഭവം ഉണ്ടായപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് സ്ഥലമില്ലായിരുന്നു. അത്ര ഒന്നും അവിടെ സ്ഥലമില്ലായിരുന്നും ധൃതി പിടിച്ചിട്ടാണ് അന്ന് മാധ്യമങ്ങൾ നിങ്ങളുടെ മുന്നിൽ ബൈറ്റ് തന്നത്. സാധാരണ തരാത്ത ഒരു ധൃതി പിടിച്ച ബൈറ്റായിരുന്നു അന്നത്തെ ബൈറ്റ്. എന്തേ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത്? ആരാണിതിന് മറുപടി പറയേണ്ടത്? ഇതിന് മറുപടി അർഹിക്കുന്നില്ലേ ഈ ചോദ്യങ്ങൾക്ക്? ശബരിമലയിലെ ഏറ്റവും വിശ്വാസികളും ജനങ്ങളും ഒട്ടാകെ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ വളരെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഈ സംഭവത്തില് അവരുടെ ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനില്ലേ? എന്താണ് സംഭവിച്ചത് എന്ന നിജസ്ഥിതി ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കില്ലേ? മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ് വേണ്ടത്. അയ്യപ്പ സംഗമം നടത്തി ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ശബരിമല വികസനത്തിന് വേണ്ടി വൻ കുതിച്ചുചാട്ടം നടത്താൻ പോകുന്നുവെന്ന് പറഞ്ഞവരോടാണ് ഞങ്ങളുടെ ചോദ്യം. അയ്യപ്പന്റെ കയ്യിലുണ്ടായിരുന്ന സ്വത്ത് കട്ടുകൊണ്ടുപോയതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടിയെടുത്തിട്ട് അക്കാര്യത്തിൽ ഉള്ളവർക്ക് ഉത്തരവാദിത്വമുള്ളവരെ പിടിച്ചു പുറത്താക്കിയിട്ട് വേണം
വികസനത്തെക്കുറിച്ച് പറയാൻ മുഖ്യമന്ത്രിക്ക്? അല്ലെങ്കിൽ ആരോടാണ് ഈ പറയുന്നത്? ഇത് അങ്ങേയറ്റം അപലപനീയ കാര്യമാണ്. ഇതിനകത്ത് കേരള സമൂഹത്തിന് മറുപടി കിട്ടിയേ പറ്റൂ. മുഖ്യമന്ത്രി വാ തുറന്നേ പറ്റൂ ഇക്കാര്യത്തിൽ. ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഉണ്ണികൃഷ്ണൻ പോറ്റി ആരേൽപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നത്? ദേവസ്വം മാനുവൽ പോലും ലംഘിച്ചിട്ടാണ് എന്ന് ദേവസ്വം പ്രസിഡന്റ് തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? ഈ കാര്യങ്ങൾ കേരള സമൂഹം അറിയണം, വിശ്വാസലോകം അറിയണം. അതിനു വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടായേ മതിയാകൂ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കെല്ലാം നിർബന്ധ ബുദ്ധിയുണ്ട്. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനായിട്ടുള്ളത്. ഇതിനകത്ത് അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത് നേരത്തെ 2019 ഈ സംഭവം 2019 കൊണ്ടുപോയി 4 കിലോ സ്വർണം കുറഞ്ഞിട്ടാണ് കൊണ്ടുവന്നാ പറഞ്ഞത്, തിരിച്ചു കൊണ്ടുവന്നത്. പിന്നെ 2025 വീണ്ടും ഇത് കൊടുക്കുമ്പോ അതേ ആൾക്ക് സർക്കാരിന് ഒരു പങ്കുമില്ലേ? ദേവസ്വം ബോർഡിന് ഒരു പങ്കുമില്ലേ? അതാണ് ഞെട്ടിപ്പിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന കാര്യം. അവിടെ നമുക്കെല്ലാവരും കണ്ടത് 2000 ഉണ്ടായിരുന്നത് സ്വർണ്ണപ്പാളിയായിരുന്നു. അതെങ്ങനെ ചെമ്പുപാളിയായി? ഇതെല്ലാം ആളുകളുടെ മനസ്സിലുള്ള സംശയങ്ങളല്ലേ? ഈ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? ദേവസ്വം കമ്മീഷണറുടെ അവിടെ പോലീസ് ചേർന്നതിലുള്ള ഒരു അന്വേഷണം വേണ്ടതില്ല. കാരണം ഇപ്പോൾ വിജിലൻസ് അന്വേഷണമാണ്, ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം മാത്രമാണ് നടക്കുന്നത്. ദേവസ്വം വിജിലൻസിന്റെ മുന്നിൽ വെച്ചല്ലേ ഇതെല്ലാം നടന്നിരിക്കുന്നത്? ഞാൻ ഒറ്റ കാര്യം ചോദിച്ചിട്ട്, ദേവസ്വം വിജിലൻസിനോട് ചോദിച്ചിട്ടാണോ ഈ സ്വർണ്ണപ്പാളി എടുത്തു കൊടുത്തത്? അവിടുത്തെ സ്വത്തല്ലേ അത്? ആ സ്വത്ത് എടുത്തു കൊടുക്കുമ്പം ദേവസ്വം വിജിലൻസിന്റെ അഭിപ്രായം എടുത്തിട്ടുണ്ട്. അപ്പൊ ദേവസ്വം വിജിലൻസ് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ഈ ദേവസ്വം വിജിലൻസിന് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ക്രൈംബ്രാഞ്ചിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ടെന്നുള്ളത് ഏറ്റവും സ്വാഗതാർഹമായ കാര്യമാണ്, പ്രൊയാക്റ്റീവായിട്ട്. ഞാൻ ആവശ്യപ്പെടുന്നത് ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു എൻക്വയറി കൊണ്ട് മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് ഏത് ഏജൻസി ആയാലും, ഏജൻസി ആയിക്കോട്ടെ, ഹൈക്കോടതി നേരിട്ട് നിരീക്ഷിക്കുന്ന ഒരു ഏജൻസി ഇത് അന്വേഷിക്കണം. ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു. അവിടെ വന്ന കാണികൾ എല്ലാം പരിശോധിക്കേണ്ടി വരില്ല. അപ്പൊ അതിന് ഒരു ഓഡിറ്റ് പ്രഖ്യാപിക്കണം ഗവൺമെന്റ് അടിയന്തരമായിട്ടും. ശബരിമലയിലെ സ്വത്ത് എത്രയുണ്ട്, സ്വർണം എത്ര കിട്ടിയിട്ടുണ്ട്, പണം എത്രയുണ്ട്, ഈ കാര്യത്തിൽ ഒരു ഓഡിറ്റ് എത്ര വർഷങ്ങളിൽ ഓരോ വർഷവും വരുന്ന പണത്തിന്റെ കണക്കുണ്ട്. അത് ഏകദേശം വേഗമായിട്ടൊന്ന് പറഞ്ഞു പോവാണ്. അറിയാൻ താല്പര്യമുണ്ട്. കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉണ്ട്, അവിടെ കാണിക്കിടുന്ന കൂട്ടത്തിൽ കേരളത്തിലെ ഭക്തജനങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അടിയന്തരമായിട്ടും ഓഡിറ്റ് നടപ്പിലാക്കണം. മുഖ്യമന്ത്രി നയിക്കുന്ന പോലീസും അതിന്റെ സംവിധാനങ്ങളും തന്നെ ഈ സർക്കാരിനെതിരെയുള്ള ആരോപണം അന്വേഷിച്ചാൽ അതിലെന്തെങ്കിലും അതെന്തിനാ കള്ളനെ പിടിച്ചിട്ട് പിന്നെ പോലീസ് കള്ളനെ പിടിച്ചിട്ട് മോഷണം ഏൽപ്പിക്കുന്ന പോലെയല്ലേ, അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്ന പോലെയല്ലേ അത്? അതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? അതുകൊണ്ട് ഒരു കാര്യമില്ല. ആ കാര്യത്തില് ഇതിനകത്ത് സർക്കാർ കഴിഞ്ഞ 6 കൊല്ലമായിട്ട് മൗനവ്രതത്തിലല്ലേ? 2019 തുടങ്ങിയതല്ലേ ഇത്? ഇപ്പോഴും ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോഴാണല്ലോ അവരുടെ റിയാക്ഷൻ തന്നെ വരുന്നത്. അപ്പൊ അവരുടെ ആത്മാർത്ഥം എന്താണ് ഈ കാര്യത്തിൽ? ദേവസ്വം ബോർഡല്ല, അവർ നിയന്ത്രിച്ച ദേവസ്വം ബോർഡ്. നീ ഇതിനത്രേ ഉള്ളൂ. ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ചുമതല ഏറ്റെടുക്കുന്നത് വിശ്വാസികൾക്ക് സുഗമമായ അയ്യപ്പ ദർശനം നടത്താൻ വേണ്ടി ശബരിമലയെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണോ? അല്ല. അവിടെ ഉണ്ടാകുന്ന അയ്യപ്പന് ഭക്തജനങ്ങൾ നൽകുന്ന സ്വത്തുകൾ അടിച്ചു മാറ്റാനാണോ? ഈ ചോദ്യത്തിനാണ് കേരള സമൂഹം ഉത്തരം ചോദിക്കുന്നത്. ഈ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരേണ്ട പദം അങ്ങ് ഉപയോഗിച്ചു. അങ്ങനെ മോഷ്ടിക്കുകയാണ് എങ്കിൽ മോഷണം നടന്നിട്ടുണ്ട് എന്നതാണല്ലോ പ്രാഥമികമായി വരുന്നത്. അങ്ങനെയാണെങ്കിൽ സർക്കാരോ ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടി തന്നെയാണ് അല്ല, ആരോപണം കെ.സി. വേണുഗോപാൽ ഞാൻ ഉന്നയിക്കുന്ന കാര്യത്തിൽ എനിക്ക് കൃത്യതയുണ്ട്. 2019 ഇത് കൊണ്ടുപോയപ്പോൾ ഇതിനേക്കാൾ 4 കിലോയോളം സ്വർണം കുറഞ്ഞിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പൊ അത് എവിടെ പോയി? അതിനെ മോഷണമെന്ന് വിളിക്കണോ? അല്ല ആർക്കെങ്കിലും സംഭാവന കൊടുത്താണെന്ന് വിളിക്കണോ? ഞാനാണോ വിളിക്കേണ്ടത്? എന്റെ മനസ്സിൽ തോന്നുന്ന ആശയം അത് തന്നെയാണ്. ഉള്ള സ്വർണത്തിൽ 4 കിലോ കുറഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം ആ സ്വർണം ആരോ എടുത്തോണ്ട് പോയിന്നാണ്. ഏത് ഭാഷ വേണമെങ്കിലും പറയാം, എടുത്തോണ്ട് പോയിന്നോ മോഷണമെന്നോ, എങ്ങനെ ആളുകളെ ഇതനുസരിച്ച് പറയാം. സത്യം തന്നെയല്ലേ? ദേവസ്വം ബോർഡിനകത്ത് പൂർണ്ണമായ ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഈ സംഭവ വികാസങ്ങളിൽ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. നെയ്ത്തേങ്ങ ഇടപാടിലും സമാനമായി ഏതാണ്ട് 18,000-ഓളം നെയ്ത്തേങ്ങകൾ സമാനമായി ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരേണ്ട നെയ്ത്തേങ്ങകൾ ബൾക്കായി അവിടെ കൊണ്ടുവന്ന അഭിഷേകത്തിന് എന്ന് പറഞ്ഞ് വിശ്വാസികളുടെ നിന്ന് പണം വാങ്ങി
ആ പണം ഉപയോഗിച്ച് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ശബരിമലയിൽ വരുന്ന വരുമാനത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് ഉണ്ടാകണം. ആ ഓഡിറ്റിംഗ് അനുസരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അത് സമൂഹത്തിന് മുന്നിലേക്ക് സമർപ്പിക്കണം. ഇത്ര കിട്ടിയിട്ടുണ്ട്, ഇതിനെന്ത് സുതാര്യമായി നടക്കണില്ല. ഭക്തജനങ്ങൾ കൊടുത്ത പൈസയല്ലേ. ഒരു കാര്യം കൂടി, ഇത് ചെമ്പുപാളിയാണ് അവിടെ എത്തിച്ചതെന്നാണ് സ്മാർട്ട് സൊല്യൂഷൻസ് പറയുന്നത്. ഇത് സ്വർണ്ണമായിരുന്നു എന്നുള്ളതിന് എന്ത് രേഖയാണുള്ളത്? 2020 അന്നത്തെ ദേവസ്വം ബോർഡ് പറഞ്ഞതാണ് ഇത് സ്വർണ്ണപ്പാളിയാണ്. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ ഒരു സുപ്രീം കോടതി അന്വേഷിക്കുന്ന അന്വേഷണ വിഭാഗം അന്വേഷിക്കാനല്ല നമ്മൾ പറയുന്നത്. അത് മനസ്സിലാവുമല്ലോ. കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു അന്വേഷണം വരുമ്പോൾ ആർക്കും ഇവിടെ കളിക്കാൻ പറ്റില്ലല്ലോ. അന്ന് സ്വർണ്ണമല്ല, അന്വേഷണം വരട്ടെ. ഇതൊരു തുടർച്ചയാണ്, ദേവസ്വം ബോർഡ് തുടർച്ചയാണ്. എല്ലാ സർക്കാരും മാറി മാറി ഭരിച്ചിട്ടുണ്ട്. അപ്പൊ 99 ഇത് സ്വർണ്ണമാണോ എന്ന തരത്തിലുള്ള അന്വേഷണം സമഗ്രമായി വേണം. തീർച്ചയായിട്ടും കേട്ടോ. ശബരിമലയെ പാത്രം വാങ്ങിയതിൽ വിജിലൻസ് സഹോദര തന്നെ ഈ കോട്ടയിൽ സ്വർണ്ണ ഗോപുരം ആര് തടഞ്ഞു? അത് ആര് തടഞ്ഞു? സമഗ്രമായ അന്വേഷണം ആര് തടഞ്ഞു? 10 കൊല്ലമായിട്ട് ഈ സർക്കാരല്ലേ ഭരിക്കുന്നത്. അല്ല ഈ പാത്രമോഷണവും തെങ്ങുമോഷണവും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽ 10 കൊല്ലമായിട്ട് ഈ സർക്കാരല്ലേ ഭരിക്കുന്നത്. ആരാ അന്വേഷണത്തെ തടഞ്ഞത്? എല്ലാത്തിനും അന്വേഷിക്കുന്ന സർക്കാരല്ലേ. അത് നല്ല തമാശ, നല്ല തമാശ. എന്നോട് ആ ചോദ്യം അല്ല ആ ചോദ്യം അത് സർക്കാരിനോട് ചോദിക്കുക. അത് എന്തുകൊണ്ട് അവർ അന്വേഷിച്ചില്ലാന്ന് താങ്കള് സാക്ഷാൽ പിണറായിയോട് ചോദിക്കുക. ഇത്രയൊക്കെ ആരോപണം വന്നിട്ടും എന്തുകൊണ്ട് അവരെ വെറുതെ വിട്ടു? 2001 കാലത്തും ഇടതുപക്ഷത്തിന് ദേവസ്വം ബോർഡായിരുന്നു ഇരുന്നത്. അതെ, അല്ല അവരിപ്പോ പറഞ്ഞു ഉദ്ദേശിക്കുന്ന ഇത്രയും വലിയൊരു ആരോപണം വന്നപ്പോ ഇത് മുമ്പും ഉണ്ടായിട്ടില്ലേ? എന്തൊരു ബാലിശമായ ഉത്തരമാണത്, ചോദ്യമാണിത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 9.5 വർഷമായിട്ട് ഇരിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ. 2019 ഈ സർക്കാരായിരുന്നു, 24 ഈ സർക്കാരായിരുന്നു. അപ്പൊ ആ സർക്കാരിനെ അന്വേഷിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞ് മാത്രമാണോ സർക്കാർ അന്വേഷിക്കാൻ പോകുന്നത്? അവർക്ക് ഏത് വേണമെങ്കിലും അന്വേഷിക്കാമല്ലോ. ആരാ ഇതുവരെ ഈ അന്വേഷിക്കുന്നതിന് ഇപ്പൊ തടസ്സമുണ്ടോ? എന്താ നേരത്തെ അന്വേഷിക്കാൻ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഗൗരവമായിട്ട്? ഇതല്ല, ഇത് കൃത്യമായിട്ടും ഞാൻ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇത് വ്യക്തമാണ്. ശബരിമലയുടെ പവിത്രത നഷ്ടപ്പെടുത്തിയെടുത്തുകൊണ്ട് സ്വത്ത് അടിച്ചു മാറ്റുന്ന പ്രവണത, അതിന് കൂട്ടുനിൽക്കുന്നവരാരായാലും അവർക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടമായി തോന്നിയിട്ടുണ്ട്. ദേവസ്വം മന്ത്രി പറയുന്നത് പ്രതിപക്ഷം ജാള്യത മറക്കാനാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അത് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പോലുള്ള വീട്ടിൽ നിന്നും തന്നെ ഇത്തരത്തിൽ ഈ കണ്ടെടുത്തു. ആരാ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഏൽപ്പിച്ചതെന്ന്? ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ആരായിരുന്നു? ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അദ്ദേഹം കൊള്ളാവുന്നവരാരായിരുന്നു? അത് പരിശോധിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ഇടപാടിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? പിന്നെ ആ പറഞ്ഞിടത്ത് എന്താ അർത്ഥമുള്ളത്? ഓക്കെ, താങ്ക് യു.